കഥ ചുരമിറങ്ങുന്നവർ. ആഖ്യാനം സാബു ജോലയിൽ. ശബ്ദസാന്നിധ്യം പ്രമോദ് പടിയത്ത്. ചുരമിറങ്ങുന്നവർ. ആശുപത്രിയുടെ കല്ലൊതുക്കുകൾ ഇറങ്ങുമ്പോൾ കണ്ണൻ യാന്ത്രികമായി ചീരുവിൻ്റെ കൈ പിടിച്ചു. പൊള്ളിത്തുടങ്ങുന്ന വെയിലായിരുന്നിട്ടും ചുറ്റും ഇരുട്ടാണെന്ന് തോന്നി. ചീരുവിൻ്റെ കണ്ണുനീര് വീണ് മാറോടടുക്കിയിരുന്ന മോളുടെ കവിളുകൾ കുതിർന്നു. ഡോക്ടറുടെ വാക്കുകൾ കണ്ണൻ ഉള്ളിലിട്ടുരുട്ടി. കുഴിച്ചിടപ്പെട്ട കാലുകളാണ് തങ്ങൾക്കെന്ന് അവന് തോന്നി. കഴിഞ്ഞ 2-3 പകലുകൾ 200 രൂപയ്ക്ക് വേണ്ടി വെളിച്ചമില്ലാത്ത കാട്ടിടവഴികളിലൂടെ താൻ ഓടിയ നെട്ടോട്ടം കണ്ണൻ ഓർത്തെടുത്തു. അതിലെ 2 പൂജ്യങ്ങൾ കയറിപ്പറ്റാൻ ബുദ്ധിമുട്ടുള്ള 2 വലിയ കുന്നുകളായി അവൻ്റെ മുന്നിൽ നിന്നു. അസഹ്യമായ തണുപ്പും കൂരിരുട്ടും വകവയ്ക്കാതെ അവൻ കുടി ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു, അല്ല ഓടുകയായിരുന്നു. അവിടെ ചീരുവും മോളും തനിച്ചാണെന്ന ചിന്ത അവൻ്റെ കാൽവേഗം കൂട്ടുകയായിരുന്നെന്ന് പറയാം. കാതു തുളയ്ക്കുന്ന ശബ്ദത്തിൽ ചീവീടുകൾ ആർപ്പ് വിളിക്കാൻ തുടങ്ങിയിരുന്നു. പരസ്പരം മുഖങ്ങൾ കാണാൻ പറ്റില്ലെങ്കിലും ഇടയ്ക്കിടെ എതിർദിശയിലേക്ക് കടന്നുപോയിരുന്നവരെ ഒരു മൂളലിൽ നിന്ന് തന്നെ അയാൾ തിരിച്ചറിഞ്ഞു. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ വളരെ കുറച്ചു മാത്രമുള്ള സഹജീവികളുമായുള്ള സംസർഗം കൊണ്ട് സിദ്ധിച്ച കഴിവ്. കൊള്ള ചെയ്യപ്പെട്ടു പോകുന്ന വനവിഭവങ്ങൾ തങ്ങളിലെ ഓരോരുത്തരുടെയും വയറുകളിൽ ഒഴിഞ്ഞിടങ്ങൾ തീർക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് അവനില്ലാതെ പോയിരുന്നു. ഇന്നാണ് 2-3 പേരിൽ നിന്നായി തുകയൊപ്പിക്കാൻ പറ്റിയത്. 3-4 ദിവസമായി മോൾക്ക് നല്ല പനി തുടങ്ങിയിട്ട്. രാത്രിയായാൽ വിറച്ചു തുടങ്ങും. അറിയാവുന്ന എല്ലാ നാടൻ ചികിത്സകളും ചെയ്തു, ഒരു കുറവുമില്ല. പിന്നെയാണ് അടിവാരത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചത്. 2 പേർക്ക് അവിടെ പോയി വരാൻ കുറഞ്ഞത് 200 രൂപയെങ്കിലും വേണം. അതിനായിരുന്നു ഈ നെട്ടോട്ടം. ഏടെ പോയിരുന്നുടാ കണ്ണാ? മറുപടിക്കൊന്നും കാക്കാതെ മുന്നിലൂടെ കടന്നുപോയ രൂപം അയാളോടായി ചോദിച്ചു. ഇച്ചിരി ദൂരേക്ക് പോയി മൂപ്പ, മോൾക്ക് കാച്ചിൽ മാറിയില്ല, കുറച്ച് പണത്തിന് വേണ്ടി ഒരേ അലച്ചിലായിരുന്നു മൂപ്പ. അവരുടെ മൂപ്പനായിരുന്നു ചോദിച്ച ആൾ. അവൻ്റെ മറുപടി കഴിയും മുന്നേ തന്നെ ഒരു മൂളലിൽ ആ സംസാരം നിർത്തി അയാൾ ഇരുളിൽ മുടന്തി മറഞ്ഞു കഴിഞ്ഞിരുന്നു. പൈസ കിട്ടിയെന്നറിഞ്ഞപ്പോൾ ചീരുവിൻ്റെ ചന്തമുള്ള മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. മോളപ്പോഴും തളർന്നു കരയുന്നുണ്ടായിരുന്നു. നെറ്റിയിൽ കൈത്തലം വെച്ച് നോക്കി. പൊള്ളുന്ന പനിയുണ്ട്. മനസ്സ് വിഷമം കൊണ്ട് കനത്തു. എങ്ങനെയെങ്കിലും നേരമൊന്ന് വെളുത്തു കിട്ടിയാൽ മതിയായിരുന്നു. നീ കടന്നോ, പെലച്ച വണ്ടിക്ക് തന്നെ പുറപ്പെടണം, ഭാര്യയോടായി പറഞ്ഞിട്ട് അയാൾ ഓട്ടുവിളക്കിൻ്റെ തിരി താഴ്ത്തി. അസ്ഥി തുളയ്ക്കുന്ന തണുപ്പുണ്ട്. നീ മകളിനെ വെടുപ്പായി കമ്പിളീനെ കൊണ്ട് ചുറ്റിക്കണ്ട, ചെവിയും മറച്ചോ, അവൻ ഇറങ്ങാൻ ധൃതി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ മോളെ പൗഡറിട്ട് കൺമഷി എഴുതി മുടി കോതിയൊതുക്കി ഒരുക്കി. മോളപ്പോൾ തളർന്നുറങ്ങുകയായിരുന്നു. അടിവാരത്തേക്കുള്ള ആദ്യ ബസ്സിൽ കയറിയിരുന്നപ്പോൾ ചീരു ദീർഘമായൊന്ന് നിശ്വസിച്ചു. പതുക്കെ ചുരമിറങ്ങുന്ന ബസ്സിൻ്റെ സൈഡ് ഷട്ടറടച്ച് അവൾ കണ്ണൻ്റെ തോളിലേക്ക് ചാരി കണ്ണുകളടച്ചു. ചുരമിറങ്ങി ബസ് നിരത്തിലേക്ക് കടന്നിട്ട് കുറച്ചു നേരമായി. ഇനിയും 2 മണിക്കൂറെങ്കിലും എടുക്കും ആശുപത്രിയിലെത്താൻ എന്ന് അവൾക്ക് തോന്നി. മോളെ തൊട്ടുനോക്കി. ചുട്ടുപൊള്ളുന്ന ചൂടില്ല ഇപ്പോൾ. അവൾക്ക് ആശ്വാസമായി. കാച്ചിൽ കുറഞ്ഞല്ലോ. അവളൊന്ന് കണ്ണു തുറന്ന് ചീരുവിനെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ വീണ്ടും ഉറങ്ങി. ഇടയ്ക്ക് എപ്പോഴോ വീണ്ടും ഒന്ന് മയങ്ങിയപ്പോഴാണ് കാലിലെന്തോ അരിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. പെട്ടെന്ന് കാൽ മുന്നോട്ട് വലിച്ച് താഴെ നോക്കി. പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വയറിൻ്റെ അരികിലെന്തോ ഇഴയുന്നത് പോലെ. അവൾ തിരിഞ്ഞു നോക്കി. പുറകിലിരിക്കുന്ന മനുഷ്യൻ്റെ ചുണ്ടുകളിൽ ഒരു കിതപ്പ് വിടർന്നു. എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ കത്തുന്നൊരു നോട്ടം മാത്രം അവൾ അയാളുടെ കണ്ണുകളിലേക്കിട്ടു. ആ ചൂടിൽ അയാൾ ഉരുകിപ്പോയതുപോലെ അവൾ കാലുകൾ മുന്നിലോട്ട് കയറ്റിവെച്ച് ഒതുങ്ങിയിരുന്നു. കണ്ണൻ നല്ല ഉറക്കത്തിലായിരുന്നു. ബസ് വേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു. മോളെ ചേർത്ത് പിടിച്ച് ചീരു തൻ്റെ ചിന്തകളെ അതിവേഗം പാഞ്ഞകലുന്ന കാഴ്ചകളിലേക്ക് തുറന്നുവിട്ടു. വീണ്ടും ശരീരത്തിൽ അയാളുടെ വിരലുകൾ ഇഴയാൻ തുടങ്ങിയപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. ഡാ, നിന്റെ വീട്ടിലുള്ളവരെ പോയി പിടിക്കടാ പട്ടി! അവൾ എരിയുകയായിരുന്നു. കണ്ണനും മറ്റുള്ള യാത്രക്കാരും മിഴിച്ചിരിക്കെ അവൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സീറ്റിൽ ചാരിയിരുന്നു. ഉറക്കം നടിച്ച് പുറകിലിരുന്ന അയാളിലേക്ക് പരിഹാസത്തിൻ്റെ പിറുപിറുക്കലുകൾ തേനീച്ചകളെപ്പോലെ ഇരമ്പിയെത്തി. 10 മണിയോടെ ആശുപത്രിയുടെ സ്റ്റോപ്പിൽ ബസ് എത്തി. കണ്ണനും മോളെയെടുത്ത് ചീരുവും വേഗം ആശുപത്രിയിലേക്ക് നടന്നു. പെട്ടെന്ന് ഒരു ചൂളം വിളികേട്ട് കണ്ണനും ചീരുവും ഒരേ സമയം പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ബസ്സിലുണ്ടായിരുന്ന ആ മനുഷ്യൻ അവരുടെ തൊട്ടുപുറകെയുണ്ടായിരുന്നു. ഭയം കൊണ്ട് ചീരുവിൻ്റെ തൊണ്ട വരണ്ടു.
ഡീ കാട്ടുവാസി, നീ ആര്? ശീലാവതിയോ? പിന്നെ ചീരുവിന് നേരെ തെറിപ്പാത്രം തുറന്നുവെച്ച് കഞ്ചാവ് ചുവപ്പിച്ച കണ്ണുകളോടെ ചീറിയെടുക്കുന്ന ആ മനുഷ്യനെ കണ്ണൻ ഇടയിൽ കയറി തടഞ്ഞു. അയാൾ അവനെ തള്ളിമാറ്റിക്കൊണ്ട് വീണ്ടും ചീരുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. പിന്നത്തെ നിമിഷം കണ്ടത് അയാൾ നിലത്ത് വീണ് കിടക്കുന്നതാണ്. കണ്ണന്റെ കരുത്തുറ്റ വലം കൈ അയാളുടെ ചെവിക്കല്ല് മൂടിച്ചു. കണ്ണൻ വേഗം അവളുടെ കൈപിടിച്ച് ആശുപത്രിക്കുള്ളിലേക്ക് ഓടിക്കയറി. തിരക്കാവുന്നതേയുള്ളൂ. കാറ്റടിച്ചിട്ടാവാം മോളുടെ ശരീരം നന്നേ തണുത്തിരുന്നു. ഡോക്ടറുടെ മുറിയിൽ കയറി മോളെ മടിയിൽ കിടത്തി ചീരു വിവരം പറഞ്ഞു. 3-4 ദിവസമായി ഇവൾക്ക് നല്ല കാച്ചില്. നാടൻ മരുന്നൊക്കെ കൊടുത്തു നോക്കി ഡോക്ടറെ, കുറയണേയില്ല. ഇവിടെ എത്തിയപ്പോൾ ലേസം കുറവുണ്ട്, മേലാകെ തണുത്തു, നല്ല ഉറക്ക, അവൾ വിവരിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടർ കുട്ടിയെ പരിശോധിക്കാൻ തുടങ്ങി. ഒറ്റ സ്പർശത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പുരികക്കൊടികൾ വളഞ്ഞുയർന്നു. കണ്ണിൻ്റെ മാടകൾ ഉയർത്തി നോക്കി. പിന്നെ കണ്ണനെയും ചീരുവിനെയും നോക്കി, കൂടെ പുറകിൽ നിന്നിരുന്ന നഴ്സിനെയും. ഡോക്ടറുടെ ഭാവമാറ്റം കണ്ടപ്പോൾ തന്നെ നഴ്സ് കുട്ടിയെ എടുത്തു. അവരുടെ മുഖവും വിവർണമായി. കുഞ്ഞ് മരിച്ചിരിക്കുന്നു. മരണത്തിൻ്റെ തണുപ്പാണ് കുഞ്ഞിനെ ചുറ്റിയിരിക്കുന്നത്. മരണവും ജനനവും എന്നുമെന്ന പോലെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ഒന്ന് പതറി. കുറച്ചു നേരത്തെ പകപ്പിന് ശേഷം ഡോക്ടർ അവരോട് നിസ്സഹായതയോടെ പറഞ്ഞു, നോക്കൂ, ഈ മോള് മരിച്ചിട്ട് 2 മണിക്കൂറോളമായി. മിക്കവാറും നിങ്ങളിങ്ങോട്ട് വരുന്ന വഴി ഇവൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം. പനി അവളെ വല്ലാതെ തളർത്തി. ഒരുപക്ഷേ നിങ്ങളിവളെ 2-3 ദിവസം മുൻപ് കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ഒരലർച്ച അവരുടെ അടിവയറിൽ നിന്ന് പുറപ്പെട്ട് തൊണ്ടയിലെത്തുന്നുണ്ടായിരുന്നു. അതറിഞ്ഞ ഡോക്ടർ ചൂണ്ടുവിരൽ ചുണ്ടിൽ മുട്ടിച്ചു പറഞ്ഞു, നോക്കൂ, ദയവായി കരയല്ലേ. നിങ്ങൾ കരഞ്ഞ് ബഹളം വെച്ചാൽ ഇതെല്ലാവരും അറിയും. കുഞ്ഞ് മരിച്ചിട്ട് കുറച്ചു നേരമായി. കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരുമ്പോഴേ ജീവനുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് റിപ്പോർട്ട് എഴുതേണ്ടി വരും. അപ്പോൾ പിന്നെ ഇവളെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലെന്നറിയാം. ആ കുഞ്ഞു ശരീരം കീറി മുറിച്ച് കാണാൻ അവർക്കാകില്ലായിരുന്നു. ഡോക്ടർ തുടർന്നു, കരയാതെ പിടിച്ചു നിന്ന് ഈ ആശുപത്രി പരിസരത്തു നിന്നും പുറത്തേക്ക് പോയിക്കോളൂ. എന്നിട്ട് കരഞ്ഞോളൂ. ഇതാരും അറിയണ്ട. ഞാനിതല്ലാതെ നിങ്ങളോട് എന്തു പറയാനാണ്? നന്മയുള്ള ഡോക്ടറുടെ വാക്കുകൾ പുറം ലോകത്തിന്റെ കാപട്യങ്ങൾ അറിയാത്ത കണ്ണനും ചീരുവും കണ്ണീരോട് കേട്ടുനിന്നു. ഏങ്ങടെ ദൈവങ്ങളെ എന്നൊരു വാക്ക് മാത്രം കണ്ണനിൽ നിന്നും പുറത്തേക്ക് വീണു. ലോകത്തിലെ മുഴുവൻ സങ്കടമലകളെയും ഉരുക്കി ഒഴുക്കുവാനുള്ള ശക്തിയുണ്ടായിരുന്നു ആ വിളിക്ക്. ചീരു ഒരു പ്രതിമ പോലെ അവനരികിൽ നിന്നു. പൗഡറിട്ട് കണ്ണെഴുതി കമ്പിളിക്കുള്ളിൽ കണ്ണടച്ചു കിടക്കുന്ന ആ കുഞ്ഞിനെയും മാറത്തടുക്കി ആശുപത്രി വളപ്പിൽ നിന്നും പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് കണ്ണന്റെ ചിന്തകൾ കാട് കയറിയത്. ഒന്ന് പൊട്ടിക്കരയാൻ പോലും അനുവദിക്കാത്ത നിയമത്തിന്റെ മതിൽക്കെട്ടുകൾ കടന്ന് അവർ പൊള്ളുന്ന ചൂടുള്ള വെയിൽക്കുട ചൂടി ഒരു ജന്മം മുഴുവൻ ഓർത്തു കരയുവാനുള്ള ഇന്ധനവും നെഞ്ചിലേറ്റി നടന്നു. കുറച്ചു നടന്നപ്പോഴാണ് കണ്ണന് നേരത്തെ നടന്ന സംഭവം ഓർമ്മ വന്നത്. അവൻ ചുറ്റും നോക്കി. അയാളെ അവിടെ എവിടെയും കണ്ടില്ല. ചീരുവിന്റെ തളർന്ന കൈകൾ പിടിച്ച് കണ്ണൻ നടത്തത്തിന് വേഗത കൂട്ടി. പെട്ടെന്ന് അരികിലുള്ള മരമറവിൽ നിന്ന് ചൂളം വിളിച്ചുകൊണ്ട് അയാൾ ഇറങ്ങി വന്നു. കണ്ണുകൾ മുന്നത്തേക്കാളും ചുവന്നിരിക്കുന്നു. കണ്ണൻ തൊഴുകൈകളോടെ അയാളോട് കാര്യം പറയാൻ തുനിയവേ കണ്ണന്റെ ഇടതു തോളിൽ ഒരു മുറിവുണ്ടാക്കിക്കൊണ്ട് അയാൾ വീശിയ കത്തി അയാളുടെ കയ്യിൽ നിന്നും തെറിച്ച് താഴെ വീണു. കാലുകൾ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല അയാൾക്ക്. മോളെ താഴെ കിടത്തി പെട്ടെന്നുള്ള ആക്രമണത്തിൽ പകച്ചുപോയ കണ്ണനെ വേഗത്തിൽ വലിച്ചുമാറ്റി ചീരു ആ കത്തി കാലുകൊണ്ട് തട്ടിയകറ്റി. പിന്നെ ഒരു ഞൊടിക്കുള്ളിൽ അവൾ ആ കത്തി കയ്യിലെടുത്തു. അസാധാരണമായ വേഗത്തിൽ ആ കാട്ടുപെണ്ണ് അയാളെ തൊഴിച്ചു താഴെയിട്ടു. സാരി തലപ്പെടുത്ത് എളിയിൽ കുത്തി ഇടതു കൈയും കാലും ശക്തമായി മണ്ണിലമർത്തി ഉറക്കെ അലറിക്കൊണ്ട് അയാളുടെ വലം കൈവെള്ളയിൽ അവൾ ആ കത്തി കുത്തിയിറക്കി. വേദന കൊണ്ടലറുന്ന അയാളുടെ ശബ്ദത്തേക്കാൾ ഉറക്കെ അവൾ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിലിൽ ആരോടൊക്കെയോ ഉള്ള പ്രതിഷേധം നിറഞ്ഞു നിന്നു. ചോരയൊഴുകുന്ന കണ്ണന്റെ തോളിൽ അവൾ സാരിയുടെ അരികു കീറിക്കെട്ടി. നിലത്ത് കിടത്തിയിരുന്ന മോളുടെ ശരീരം വാരിയെടുത്ത് കണ്ണന്റെ കൈപിടിച്ച് ഊരിലേക്കുള്ള വണ്ടി പിടിക്കാൻ വേഗത്തിൽ നടന്നു. ചുരമിറങ്ങുന്നവർ.